ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ഡെയിലി വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു വ്ളോഗാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. തലേന്ന് മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പും അതുപോലെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. മുറ്റത്തേക്ക് നിറയെ മാങ്ങയും അതിൻ്റെ ഇലകളൊക്കെ വീണ് കിടക്കണേന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ വീഴുന്ന സീസണായി. അപ്പോൾ 3-4 മാങ്ങകൾ പഴുത്തത് ഞാൻ മതിലിന് മേലെ വയ്ക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ശേഷം ഞാൻ അടുക്കളയിൽ പോയി ചോറ് വയ്ക്കാൻ അരി ഇടാനുള്ള തീ കത്തിക്കാനുള്ള പരിപാടിയിലാട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ അതൊക്കെ കഴുകിയെടുത്തു. പിന്നെ മോനിക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതിനാണ് തയ്യാറെടുപ്പിലാണ്. അവനിക്ക് മുട്ട പുഴുങ്ങാനും വെച്ചു. പിന്നെ ചായ വയ്ക്കാൻ വെച്ചിട്ട് എങ്ങനെ നോക്കിയാലും പാല് തിളച്ച് പൂട്ടോ. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടോ? അത്ര നേരം നോക്കിയിരുന്നാലും ആ ഒരു സമയമാകുമ്പോൾ പാല് തിളച്ച് പോകും. പിന്നെ ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മീനാണ് കേട്ടോ വാങ്ങിയത് കറി വയ്ക്കാൻ. അപ്പോൾ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു, കട്ട്ല മീനും വാങ്ങിയിട്ടോ. മത്തി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു, കട്ട്ല മീൻ വറുക്കാനും വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മീനൊക്കെ നേരാക്കി കഴിഞ്ഞ് അതിനുള്ള മസാല റെഡിയാക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ മീൻ വറുക്കാൻ. അപ്പോൾ ഞാൻ മസാലയൊക്കെ തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മീൻ കറി വയ്ക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവയിട്ട് തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി ചെറുതാക്കി അതിനകത്ത് ഇട്ടുകൊടുത്ത് വഴറ്റാട്ടോ. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെച്ചാൽ മത്തിക്കറി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. പിന്നെ ഇതാ ഞാൻ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി അതിൻ്റെ പൊടികളൊക്കെ അതിലിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടോ. പുളിവെള്ളം ഒഴിച്ച് തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചാള അതിലേക്ക് ഇട്ടു കേട്ടോ. മീനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ മീൻ കറീൻ്റെ റെസിപ്പിയൊക്കെ. ഞാൻ ഒന്ന് വറുത്തരച്ചതായതുകൊണ്ട് അത് മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെയാണ് ഞാൻ ക്ലീനിങ് സെക്ഷനിലേക്ക് പോയത്. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. എല്ലാവരുടെയും അടിച്ച് വാരി വിട്ട് തുടയ്ക്കാനും ഒക്കെ തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ ആവില്ല. അപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ വെച്ചു. പിന്നെ മോനിക്ക് മീൻ വറുക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ട് ഇത്തിരി ബിരിയാണി ഉണ്ടാക്കിയിട്ടോ. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. ഞാൻ മാത്രം ഉള്ളു വീട്ടിൽ. അപ്പോൾ എനിക്ക് മാത്രം ഞാൻ ഒരു ഗ്ലാസ് അരിയിട്ട് വെച്ചാണ് കേട്ടോ. മോൻ്റെ വണ്ടികളാണ് കേട്ടോ. പിന്നെ ശേഷം കുറച്ച് മുല്ലപ്പൂവൊക്കെ പറിച്ചിട്ട് വേലിയിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ. അപ്പോൾ അതിൻ്റെ മുട്ടകളൊക്കെ തലേന്ന് പറിച്ച് വെച്ച് കോർത്തേന പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പൂ വിരിഞ്ഞാൽ നല്ല രസമല്ലേ. ഭയങ്കര മണമാണല്ലോ ഇതിന്. പിന്നെ വൈകുന്നേരം ഒക്കെ വന്നപ്പോൾ മുകളിൽ മാങ്ങയൊക്കെ പഴുക്കാനായിട്ടോ. അപ്പോൾ പഴുത്ത് വീഴാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും മൂത്ത മാങ്ങകളൊക്കെ ഒന്ന് പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കാൻ വിചാരിച്ചു. മൂത്ത മാങ്ങകളൊക്കെ പറിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കാൻ വെച്ചിട്ട് എല്ലാവിടേക്കും ഒന്ന് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം നിറയെ മാങ്ങ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. മൂവാണ്ടൻ മാവ് എന്നൊക്കെ പേര് പറയും. മൂവാണ്ടൻ മാങ്ങ എന്നൊക്കെയാണ് കേട്ടോ ഇതിന് പേര്. കണ്ടോ, അത്യാവശ്യം അത് മുകളിലൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ താഴെ നിന്നിട്ട് ഈ മാങ്ങയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ചിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് ഇതൊക്കെ മുകളിൽ നിന്ന് ബക്കറ്റിലേക്ക് ആക്കി തന്നതാണ് കേട്ടോ. ഞാൻ അതൊക്കെ തുടച്ചിട്ട് വേറൊരു ബക്കറ്റിലാക്കിയിട്ട് പഴുപ്പിക്കാൻ വെക്കും കേട്ടോ. ഞങ്ങൾ രാത്രി വൈകുന്നേരം ആയപ്പോൾ ഇവിടെ വേലയാണ് കേട്ടോ. അപ്പോൾ വേലൻ്റെ തലേ ദിവസത്തെ പരിപാടിയായിരുന്നു. തലേ ദിവസം ഞങ്ങൾ പോയത് കേട്ടോ. പന്തലൊക്കെ കാണാൻ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. വേല കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. പിന്നെ അവിടെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാളെ വെടിക്കെട്ടും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അവിടുത്തെ ഒരു ചടങ്ങാണ് കേട്ടോ, പന്തം കൊളുത്തൽ പറഞ്ഞിട്ട്. കുറേ ഇതിൻ്റെ ഓരോ ജാതിയിൽ ഓരോ ചടങ്ങുകൾ ഇങ്ങനെ പന്തം കൊളുത്തിയിട്ട് പോവുക. അതിൻ്റെ ബാക്കിൽ തന്നെ ചെണ്ടമേളം ഉണ്ട് കേട്ടോ. അതായത് ശിങ്കാരിമേളം പറഞ്ഞ വലിയ ഒരു ആഘോഷമല്ലേ ഇത്. അതല്ല, അതിൻ്റെ ചെറിയ രീതിയിൽ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. പന്തം കൊളുത്തിയിട്ട് പോകണമൊക്കെ ഇതെന്തൊക്കെ ആർപ്പ് വിളിച്ചിട്ടൊക്കെ പോകുന്നത് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ ഈ കാണുന്നത്.
പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മോനിക്കുള്ള കളിപ്പാട്ടങ്ങളും ഞാനൊരു ഫ്ലവർ വാങ്ങിയിട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ 2 വാങ്ങിയിട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു ഗ്രീൻ കളറാണ് കേട്ടോ 2 എടുത്തു. പിന്നെ ഒരു വയലറ്റ് എടുത്തു. പിന്നെ ഈ ചോക്ക് മുട്ടായി ഇതൊരു രസമല്ലേ, പണ്ടത്തെ ഒരു ഓർമ്മ, ഇതും വാങ്ങിയിട്ടോ. പിന്നെ എനിക്കൊരു ചെരുപ്പ് എടുത്തു കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, 200 റുപ്പീസാണ് കേട്ടോ ഇതിന്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനെടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വൈകുന്നേരത്ത് ഇപ്പോൾ ചില്ലിയൊക്കെ വാങ്ങി, ചോറ് കഴിക്കാനിപ്പോൾ ചില്ലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചില്ലിയാണ് കേട്ടോ സ്പെഷ്യൽ, ചോറിന് കൂടെ കഴിക്കാൻ. മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഞങ്ങൾ രാവിലത്തെ ഒരു വെടിക്കെട്ടിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസത്തെ വെടിക്കെട്ടിൻ്റെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വെടിക്കെട്ട്. ഞാൻ ടെറസിന് മുകളിൽ പോയി എടുത്തതാണ് കേട്ടോ. ഇത് പകൽ വെടിക്കെട്ടാണ് കേട്ടോ. അതുപോലെ വൈകുന്നേരത്തെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇതിലേക്ക് ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.